നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേമ്പമംഗലം. ചേമ്പും കാച്ചിലും ഒന്നുമല്ല, ചെമ്പകമംഗലം. ചെമ്പകമംഗലോ? ആ, ചെമ്പകമംഗലം. രാജലക്ഷ്മി അമ്മ. ആ, അതൊക്കെ തന്നെ. പൂക്കൂടെ ഇങ്ങി തന്നേക്കിത്താ. പാമ്പ് ആള് തെറ്റി ഇവിടെ കുത്തുവോ? ആ, പൂക്കടക്കാരൻ എവിടെ പോയി? ഉണ്ണികൃഷ്ണൻ. അയാൾക്ക് കല്യാണം, അവിടെ പോയി. ആ, ശരി എന്നാ. ഇന്നിവിടെ തെക്കുംപുറത്തൊരു പട്ടട വരണം. രാജലക്ഷ്മി അമ്മ വിഷം തീണ്ടി മരിച്ചു. ആ മൈത്രി, ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത് നിന്റെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയാത്തോണ്ടാ. നീ ഇങ്ങോട്ടൊന്നും വിളിച്ചേക്കരുത്, ഇവിടെ ആകെ പ്രശ്നമായിരിക്കും. എന്ത് പ്രശ്നം? ഞാൻ രഹസ്യമായിട്ട് വെച്ചിരുന്ന ആ രണ്ടാമത്തെ ഫോണില്ലേ, അതാ നന്ദിനി കണ്ടുപിടിച്ചു. പിന്നെ ബുദ്ധിമോശം സംഭവിച്ചത് നമുക്കാടാ. ആ പൂപ്പാണ്ടി ഗസ്റ്റ് ഹൗസിലെ ഓപ്പറേഷൻ പാളിപ്പോയി. അക്കാര്യത്തിൽ എല്ലാവരും എന്നെ സംശയത്തോടെ നോക്കുക. മാത്രമല്ല, നീയും ഞാനും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും ഇതിന്റെ ഒക്കെ പിന്നിൽ നീയാണെന്നും അവര് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുക. അത് ആപത്താണല്ലോ. ഇവിടെ എല്ലാരും എരച്ചോണ്ട് എന്റെ നേരെ വരിക. ആ രാജലക്ഷ്മി അമ്മ എന്റെ കരണത്തടിച്ചു പല തവണ. അവരൊരു പാഠം പഠിപ്പിക്കണം. അതിനുള്ളൊരു പണി ഞാനും ഇന്ദ്രേച്ചിയും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. ഈ രാജലക്ഷ്മിയുടെ അച്ഛന്റെ ആണ്ടുബലിയല്ലേ അടുത്ത ദിവസം? ആ, ഇവിടെ പറയുന്ന കേട്ടു. അതിന്റെ പൂജയൊക്കെ അവിടത്തെ പൂജാമുറിയില് പൂക്കൾ വെച്ചല്ലേ നടത്തുന്നത്? ആ, പൂക്കളില്ലാതെ പൂജ നടക്കില്ലല്ലോ. വിശേഷാൽ പൂജയ്ക്ക് പുറത്തുനിന്ന് പൂക്കൾ വാങ്ങാറുണ്ട്. എന്നാ പിന്നെ നീ ഒട്ടും പേടിക്കണ്ട, സന്തോഷമായിട്ടിരുന്നു. ഇന്ദ്രേച്ചി ഞാനും കൂടി ഒരു ഉഗ്രൻ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുക. അതനുസരിച്ച് ഈ പൂജയുടെ ദിവസം അവിടെ ഒറിജിനലായ ഒരു മൂർഖം പാമ്പ് പത്തി വിടർത്തും. രാജലക്ഷ്മി അമ്മ പാമ്പ് കടിയേറ്റും മരിക്കും. നന്നായി. നേരാണോ ഇതൊക്കെ? നേര്. ഇതെന്താ ഇവള് ചെടി നനയും തുടങ്ങിയോ? നഷ്ടപ്പെട്ടുപോയ ചില അധികാരങ്ങൾ വീണ്ടെടുക്കാൻ പറ്റുമോന്ന് കിടന്ന് ശ്രമിക്കുക. അതാണ് ഈ പ്രകൃതി സ്നേഹം. നഷ്ടപ്പെട്ടു പോയതല്ലല്ലോ, നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ലേ. എന്തായാലും അതിപ്പോ ഇല്ലല്ലോ. അല്ല, ഈ പൂക്കളോടും ചെടികളോടൊക്കെ സ്നേഹമുള്ളവര് മനസ്സുകൊണ്ട് നല്ലതായിരിക്കും. പക്ഷെ ഇവൾക്ക് എന്ത് സംഭവിച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആ ചെടികൾക്ക് ഇവൾ പാര വെക്കില്ല നമുക്ക് നിശ്ചയിക്കാം. അതുകൊണ്ട് തന്നെയാ ഇവൾ ഈ ചെയ്യുന്നതിനെ ആരും എതിർക്കാത്തത്. പക്ഷേ ഇവള് നനച്ച ഈ ചെടികളെല്ലാം മൂടോടെ കരിഞ്ഞു പോവും. സൈനയുടെ ഇവള് സൈനയുടെ. ഇതിനകത്തുള്ളവരെല്ലാം പല സൈസ് പാമ്പുകളും. എല്ലാത്തിനും തല്ലി കൊല്ലണം. അല്ല, ഇന്നിവിടേക്കൊരു ഗസ്റ്റിനെ വൈശാഖ് അയക്കല്ലോ. അത് നോക്കണമാണല്ലോ. വൈശാഖ് എങ്ങനെയാ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓ, നാശം പിടിച്ച രണ്ടെണ്ണം വീടിന്റെ വാതിക്കെ തന്നെയുണ്ട്. പണി പാളുമെന്നാ എന്റെ പേടി. അല്ലച്ചാ, നമ്മൾ ആലോചിച്ച് കല്യാണം കഴിപ്പിച്ചതല്ലേ.
ആ രാകേഷ് മേനോനല്ലേ ഇവളുടെ അച്ഛൻ. അയാളെ വിളിച്ച് ഇവളുടെ കാര്യം ഒന്നുകൂടെ പറഞ്ഞാലോ? ഒരു കാര്യമില്ല മോനെ. നമ്മൾ വിളിക്കുന്ന ഒരു ചടങ്ങിനും അവരോട് വരില്ല. മാത്രമല്ല ഇവളെ അയാൾക്ക് കണ്ണെടുത്ത കണ്ടൂടാ. അതെങ്ങനെയാ? മാതാപിതാക്കൾക്ക് നല്ല അന്തസ്സും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇവള് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ശരി, ഇവള് ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ചോ? കാറ്റൊക്കെ മാറി വീശാണല്ലോ. ചുഴലിക്കാറ്റായി മാറാതിരുന്നാ മതി. ടൊർണാഡോ ടൊർണാഡോ. അച്ഛാ, അച്ഛന്റെ ബാത്റൂമിലെ വാട്ടർ ഹീറ്റർ കേടായതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കുളിക്ക്. എന്നാ പിന്നെ കുളിച്ചേക്കാം. റൂട്ട് ക്ലിയറായി. 2 മാരണങ്ങളും വാതിൽ നിന്ന് പൊയ്ക്കോളും. കാര്യങ്ങൾ എളുപ്പമായി. ചേമ്പമംഗലം. ചേമ്പും കാച്ചിലും ഒന്നല്ല, ചെമ്പകമംഗലം. ചെമ്പകമംഗലോ? ചെമ്പകമംഗലം. രാജലക്ഷ്മി അമ്മ. അതൊക്കെ തന്നെ. പൂക്കൂടെ ഇങ്ങി തന്നേക്കിത്താ. പാമ്പ് ആള് തെറ്റി ഇവിടെ കുത്തുവോ? പൂക്കടക്കാരൻ എവിടെ പോയി? ഉണ്ണികൃഷ്ണൻ. അയാൾക്ക് കല്യാണം, അവിടെ പോയി. ശരി എന്നാ. ഇന്നിവിടെ തെക്കുംപുറത്തൊരു പട്ടട ഒരുങ്ങും. രാജലക്ഷ്മി അമ്മ വിഷം തേണ്ടി മരിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.